അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ 1 മാർക്ക് സെക്ഷൻ അല്ലെങ്കിൽ 1 വേർഡ് സെക്ഷനിലെ 36ാമത്തെ ചോദ്യത്തിലേക്കാണ് ഈ വീഡിയോയിൽ പോകുന്നത്. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്: ഇൻ ഹ്യൂമൻസ് സ്പേംസ് ആർ ദ ഓൺലി ഫ്ലാജിലേറ്റഡ് സെൽസ് ദാറ്റ് പ്രൊപ്പൽ ദംസെൽസ് ടുവേർഡ്സ് ഫീമെയിൽ എഗ് സെൽസ് ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. അതായത് മനുഷ്യ ശരീരത്തിൽ സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജം ആർ ദ ഓൺലി ഫ്ലജിലേറ്റഡ് സെൽ, അതായത് ഫ്ലജിലേറ്റഡ് രീതിയിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ചലനം നടത്തുന്നത് ഏക സെല്ല് എന്ന് പറയുന്നത് സ്പേമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? പ്രൊപ്പൽ ദംസെൽഫ്, അവ സ്വന്തമായിട്ട് പ്രൊപ്പൽ ചെയ്യുന്നു. അതായത് ഈ കപ്പൽ പോകുന്നത് പോലെ, ഒരു പ്രൊപ്പല്ലർ പോകുന്ന പോലെ. എങ്ങോട്ടാണ്? ടുവേഡ്സ് ഫീമെയിൽ എഗ്, അതായത് സ്ത്രീ ബീജത്തിലേക്ക് അല്ലെങ്കിൽ അണ്ടത്തിലേക്ക് അവ പോകുന്നു, എഗ്ഗിലേക്ക് അല്ലെങ്കിൽ ഓവത്തിലേക്ക് പോകുന്നു. സെൽസ് ആർ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. അത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് സ്പേമുകൾ പ്രൊപ്പൽ ചെയ്ത് സ്വയം എന്ത് ചെയ്യുന്നു? അണ്ടത്തിലേക്ക് എത്തിച്ചേരുന്നു ഫീമെയിൽ ബോഡിയിൽ കൂടി. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്പേം മാത്രമാണ്. സോ ഇൻ ഹ്യൂമൻസ് വിച്ച് സെൽ പ്രൊപ്പൽസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക സ്പേം എന്ന് എഴുതുക. ഇനി നമുക്ക് വന്നേക്കണം ഇൻ ഹ്യൂമൻസ് ഡാഷ്, അതായത് എന്താണ് നമ്മൾ അവിടെ എഴുതുക? സ്പേം എന്ന് എഴുതുക. ആർ ദ ഓൺലി ഫ്ലജിലേറ്റഡ് സ്പേംസ് ആർ ദ ഓൺലി ഡാഷ് സെൽസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഡാഷ് സെൽസ് ദാറ്റ് പ്രൊപ്പൽ ദംസെൽഫ് ടുവേർഡ്സ് ഫീമെയിൽ എഗ് എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? പ്രജിലേറ്റഡ് എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഈ അണ്ടർലൈൻ തന്നിരിക്കുന്ന ഒരു ലൈൻ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നാൽ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന സംഗതികളാണ് എഴുതേണ്ടത്. അപ്പോൾ സ്പേം മാത്രമാണ് മനുഷ്യ ശരീരത്തിൽ പ്രൊപ്പൽ ചെയ്ത് ഫീമെയിൽ എഗ്ഗിലേക്ക് പോകുന്ന ഏക കോശം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 37ാമത്തെ ചോദ്യം: സീലിയറി ഇൻ ഹ്യൂമൻസ് മൂവ്സ് റിതമിക്കലി, അതായത് മനുഷ്യ ശരീരത്തിൽ സീലിയറി എങ്ങനെയാണ്? ഒരു റിതമിക് മൂവ്മെന്റ്സ് ആണ് നടക്കുന്നത്. ദേ കോൺസ്റ്റന്റ്ലി റിമൂവ് വേസ്റ്റ് മെറ്റീരിയൽ സച്ച് ആസ് ഡസ്റ്റ്, മൂക്കസ് ആൻഡ് ബാക്ടീരിയ ത്രൂ ദ എയർവേസ് ഫ്രം ലങ്സ് ടുവേർഡ്സ് മൗത്ത്. അതായത് വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സീലിയറി മൂവ്മെന്റ്സ് ഇൻ ഹ്യൂമൻസ് എന്ന് ചോദിച്ചാൽ അവ എന്താണ് ചെയ്യുന്നത്? വേസ്റ്റ് മെറ്റീരിയലിനെ മാറ്റുകയാണ്. എവിടെ നിന്ന്? ഡസ്റ്റ്, മൂക്കസ് ആൻഡ് ബാക്ടീരിയ. ഈ ഡസ്റ്റിനെയും മൂക്കസിനെയും ബാക്ടീരിയയുമാണ് സീലിയറി മൂവ്മെന്റ്സിലൂടെ മാറ്റുന്നത്. എവിടെ നിന്നാണ്? ത്രൂ ദി എയർവേസ്, അതായത് വായുവിൻ്റെ സഞ്ചാരപാത. ഫ്രം ലങ്സ് ടുവേർഡ്സ് ദ മൗത്ത്, അത് ലെൻസിൽ നിന്നും മൗത്തിലേക്ക് അല്ലെങ്കിൽ വായിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സീലിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീലിയറി മൂവ്മെന്റ്സ് ഇൻ ഹ്യൂമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം: എന്താണ് സീലിയറി മൂവ്മെന്റ്സിന്റെ പ്രവർത്തനം മനുഷ്യ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു റിതമിക് മൂവ്മെന്റ്സ് ആണ്. അവ കോൺസ്റ്റന്റ്ലി എന്ന് വെച്ചാൽ തുടർച്ചയായി, റിമൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റുന്നു, വേസ്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ സച്ചാസ് ഏതിനെ പോലെയുള്ള ഡസ്റ്റ്, പൊടി പോലെയുള്ളത്, മൂക്കസ് ഉള്ളത്, അതുപോലെ ബാക്ടീരിയ ത്രൂ എയർവേസ് വായുവിൻ്റെ സഞ്ചാരപാതത്തിലൂടെ ഫ്രം ലെൻസ് ടുവേർഡ്സ് ദ മൗത്ത്, ലെൻസിൽ നിന്നും മൗത്തിലേക്കാണ് അവ മാറ്റുന്നത് എന്നാണ്. ഇനി 38ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ മസിൽ ഈസ് കോൾഡ് മസ്കുലർ മൂവ്മെന്റ്സ്. അപ്പോൾ വാട്ട് ഈസ് മസ്കുലർ മൂവ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽ ഈസ് കോൾഡ് മസ്കുലർ മൂവ്മെന്റ്സ് എന്ന് എഴുതുക. ഓക്കെ, ഡാഷ് ആൻഡ് ഡാഷ് ഓഫ് മസിൽ ഈസ് കോൾഡ് മസ്കുലർ മൂവ്മെന്റ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എന്ന് എഴുതുക. ഈ തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 39ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മസ്കുലർ മൂവ്മെന്റ്സ് ഹെൽപ്പ് ഇൻ ഡിഫറെൻറ്റ് മൂവ്മെന്റ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. അതായത് മസ്കുലർ മൂവ്മെന്റ്സ് വ്യത്യസ്തങ്ങളായ ചലനങ്ങൾക്ക് ജീവജാലങ്ങളെ സഹായിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ദ ഹെൽപ്പ് ഓഫ് മസ്കുലർ മൂവ്മെന്റ്സ് ഇൻ ലിവിങ് ബീയിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ്സ് ഓഫ് ലിവിങ് ബീയിങ്സ് എന്ന് നമ്മൾ ഉത്തരം എഴുതേണ്ടതാണ്. ഇനി 40ാമത്തെ ചോദ്യം: ദ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെന്റ്സ് ഇൻ ലോക്കോമേഷൻ ഇൻ ഹ്യൂമൻസ് ഈസ് കോസ്ഡ് ബൈ ദ ഫംഗ്ഷൻ ഓഫ് മസിൽസ് ഓഫ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മസിൽസ് ഇൻ ദ ഹ്യൂമൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ദ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെന്റ്സ് ആൻഡ്, അതായത് വ്യത്യസ്ത തലത്തിലുള്ള ചലനങ്ങളും അതുപോലെ തന്നെ ലോക്കോമേഷൻ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ചലനവും കോസ്ഡ് ബൈ കാരണമായി തീരുന്നത് എന്തുകൊണ്ടാണ്? മസിലുകളുടെ ആ മൂവ്മെന്റ്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ദ മസിലുകളുടെ ഫംഗ്ഷനും കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് കേട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. വാട്സപ്പ് മാത്രം ചെയ്താലേ കിട്ടുകയുള്ളൂ, നിങ്ങൾ കോൾ വിളിച്ചാൽ കിട്ടുകയില്ല. ഓക്കെ, മസ്കുലർ ടിഷ്യൂ. എന്താണ് മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്? മസിൽ ടിഷ്യൂസ്. എന്താണ് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്? നിങ്ങളുടെ പുസ്തകത്തിലുള്ള പാഠഭാഗത്തിൽ കണ്ടന്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്, 1 വേർഡ് ആൻസറുകൾ അല്ലെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇവിടെ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് മസിൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെന്റ്സ് ഓഫ് ദ ബോഡി. അതായത് മസിൽസിന്റെ പരിപാടി എന്താണ്? അവ പ്രത്യേക തരത്തിലുള്ള ടിഷ്യൂകളാണ്. ഓക്കെ, കലകളാണ്, പേശി കലകളാണ്. എന്തിനാണ്? അവയാണ് റെസ്പോൺസിബിൾ, അവയാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ്? ശരീരത്തിന്റെ ചലനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള പേശി കലനങ്ങളെയാണ് മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 37ാമത്തെ ചോദ്യം: there are 3 types of muscle tissues in human body. അതായത് 3 തരത്തിലുള്ള മസിൽ ടിഷ്യൂസ് ആണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അവ ഏതെല്ലാമാണ്? ഒന്ന് കാർഡിയാക് മസിൽ, 2 സ്മൂത്ത് മസിൽ, 3 സ്കെൽറ്റൽ മസിൽ. അതായത് വിച്ച് ആർ ദ 3 മസിൽ ടൈപ്സ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചാൽ there are 3 types of muscles in human bodies.
വൺ ഈസ് കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് സ്കെൽറ്റൽ മസിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇനി 37ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുക. മസിൽസ് കണ്ടെയ്ൻ മോർ മൈക്രോ ഫിലമെന്റ്സ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻ സച്ച് ആസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. അതായത് മസിലിൽ എന്താണ് മൈക്രോ ഫിലമെന്റ്, സൂക്ഷ്മമായ തന്തുക്കളുണ്ട്. എന്തുകൊണ്ടാണ് അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? പ്രോട്ടീനുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് പ്രോട്ടീനുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ആക്റ്റിനും മയോസിനും കൊണ്ടുമാണ് അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം വിത്ത് വാട്ട് പ്രോട്ടീൻ ദ മസിൽസ് ആർ മെയ്ഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ 38ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മസിൽസ് കണ്ടെയ്ൻ മോർ മൈക്രോ ഫിലമെന്റ്സ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻ സച്ച് ആസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. മൈൻസിൽ എന്താണ്, മൈൻസ് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? വിത്ത് വാട്ട് ദ മസിൽസ് ആർ മെയ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക ദ പ്രോട്ടീൻ കോൾഡ് മയോസിൻ ആൻഡ് ആക്റ്റിൻ എന്ന് എഴുതുക. ഇനി നമ്മൾ 38ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബൈ ദ ആക്ഷൻ ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ദീസ് ഫിലമെന്റ്സ് മസിൽസ് കോൺട്രാക്ട് ആൻഡ് റിലാക്സ്. വിത്ത് വാട്ട് ഹെൽപ്സ് ടു ദ ആക്റ്റിൻ and myosin to contract and relax. It is the filaments of muscle filaments actin and myosin which helps the muscles to contract and relax. അതായത് മസിലിനെ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്ന എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. അതിന് പറയുന്ന പേരെന്താണ്? ആക്റ്റിനും മയോസിനുമാണ് മസിലിനെ കോൺട്രാക്ട് ചെയ്യുന്നതിനും റിലാക്സ് ചെയ്യുന്നതിനുമായിട്ട് സഹായിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്ക് ആ പാഠഭാവം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ 39ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മസിൽ cells contain more microfilaments made of protein such as actin and myosin enables the body movements in humans. അതായത് മസിൽ സെൽസിൽ എന്താണ് ഒത്തിരി, അത് വളരെയധികം മൈക്രോ ഫിലമെന്റ്സ് ഉണ്ട്. അവ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? മെയ്ഡ് ഓഫ് പ്രോട്ടീൻ, അതായത് പ്രോട്ടീനുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സച്ച് ആസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ, അവ മയോസിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ എനേബിൾസ് ദ ബോഡി, അവ നമ്മളുടെ ശരീരത്തെ പ്രാപ്തമാക്കി തീർക്കുന്നു. എന്തിന്? മൂവ്മെന്റ്സ്, അതായത് ചലനത്തിന്, മനുഷ്യ ശരീരത്തിന്റെ ചലനത്തിന് അവ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നു. പ്രോട്ടീൻ ഫിലമെന്റ്സ് മസിൽ സെൽസ് കണ്ടെയ്ൻ ആർ മയോസിൻ ആൻഡ് ആക്റ്റിൻ. വിച്ച് ആർ ദ പ്രോട്ടീൻ ഫിലമെന്റ്സ് മസിൽ സെൽസ് കണ്ടെയ്ൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക മയോസിൻ ആൻഡ് ആക്റ്റിൻ എഴുതുക. ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരികയാണ്. കോൺട്രാക്റ്റിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ മസിൽ സെൽസ് ടു ഫോഴ്സ്ഫുള്ളി ഷോർട്ടൺ. അപ്പോൾ വാട്ട് ഈസ് കോൺട്രാക്റ്റിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക വാട്ട് ഈസ് കോൺട്രാക്റ്റിലിറ്റി എന്ന് ചോദിച്ചാൽ എഴുതുക ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ മസിൽ സെൽസ് ഫോഴ്സ്ഫുള്ളി ഷോർട്ടൺ. അതായത് മസിൽ സെല്ലുകൾക്ക് ഫോഴ്സോടുകൂടി ചെറുതാവുന്ന പ്രവൃത്തിയെയാണ് എന്ത് പറയുന്നത്? കോൺട്രാക്റ്റിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, 42ാമത്തെ ചോദ്യം. കോൺട്രാക്റ്റിലിറ്റി അലൗസ് മസിൽ ടിഷ്യൂസ് ടു പുൾ ഓൺ ഇറ്റ്സ് അറ്റാച്ച്മെന്റ് പോയിന്റ്സ് ആൻഡ് ഷോർട്ടൺ വിത്ത് ഫോഴ്സ്. അതായത് കോൺട്രാക്റ്റിലിറ്റി എന്താണ് ചെയ്യുന്നത്? മസിൽ സോലുകളെ അനുവദിക്കുന്നു. എന്ത് ചെയ്യുവാനായിട്ടാണ്? പേശീകലകളെ എന്തിനാണ് അനുവദിക്കുന്നത്? പുൾ ടു ഇറ്റ്സ് അറ്റാച്ച്മെന്റ്, എവിടെയാണോ അവ ജോയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് ചുരുങ്ങി വരുവാനായിട്ടും അതുപോലെ ചെറുതായി തീരുവാനും. എങ്ങനെ? ഫോഴ്സോടുകൂടി, ശക്തിയോടുകൂടി ചുരുങ്ങുവാൻ എവിടെയാണോ അവ ജോയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അങ്ങോട്ട് ചുരുങ്ങുന്നതിനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് 43ാമത്തെ ചോദ്യമാണ് എക്സ്റ്റൻസിബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ വലുതാകാനുള്ള കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ഈസ് ദ എബിലിറ്റി ഓഫ് ദ മസിൽസ് ടു ബി സ്ട്രെച്ച്ഡ് ഓർ റിലാക്സ്ഡ്. അതായത് ഈ ചെറുതായി പോയിരിക്കുന്ന ആ മസിലിന് എപ്പോഴാണാവോ എക്സ്റ്റെൻഡ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് ഓർ റിലാക്സ്ഡ്, അതായത് അതിൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്ന അവസ്ഥയാണ് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക എക്സ്റ്റെൻസിബിലിറ്റി ഈസ് ദ എബിലിറ്റി. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത് മസിലിൻ്റെ എബിലിറ്റിയാണ്, കഴിവാണ്. എന്തിന്? ടു ബി സ്ട്രെച്ച്ഡ് ഓർ റിലാക്സ്ഡ്, അവ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനോ അല്ലെങ്കിൽ റിലാക്സ് ആയിത്തീരുന്നതിനോ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി 44ാമത്തെ ചോദ്യം. എലാസ്റ്റിസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് മസിൽസ് ടു റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് വെൻ റിലാക്സ്ഡ്. അതായത് വാട്ട് ഈസ് എലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ മസിൽ, അതായത് മസിലിൻ്റെ എബിലിറ്റിയാണ് എന്താണ്? ടു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്, ഇതിൻ്റെ ശരിയായിട്ടുള്ള ആ ലെങ്ത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള കഴിവിനെയാണ് ആ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി 45ാമത്തെ ചോദ്യം. മസിൽസ് എലാസ്റ്റിസിറ്റി ഈസ് എബിലിറ്റി ഓഫ് മസിൽ ഫൈബേഴ്സ് ടു റിട്ടേൺ ടു ദെയർ നോർമൽ ലെങ്ത് ആഫ്റ്റർ ബീയിങ് ഷോർട്ടൻഡ് ഓർ സ്ട്രെച്ച്ഡ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? മസിൽ ഫൈബേഴ്സ് ഇതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ മസിലിൻ്റെ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മസിലിനകത്തുള്ള ആ മസിൽ ഫൈബേഴ്സ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ലെങ്ത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. എപ്പോൾ? ആഫ്റ്റർ ഷോർട്ടൺ ആയതിനു ശേഷം തിരിച്ചു വരുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, ഇനി 46ാമത്തെ ചോദ്യം. മസിൽ അട്രോഫി. എന്താണ് മസിൽ അട്രോഫി എന്ന് പറഞ്ഞാൽ? ഈസ് ദ വാസ്റ്റനിങ് ഓർ തിന്നനിങ് ഓഫ് മസിൽ മാസ്. അതായത് മസിലിൻ്റെ ആ മാസ് എന്തായിത്തീരുന്നു? മസിലുകൾ എന്തായിത്തീരുന്നു? ഒന്നുകിൽ വളരെയധികം വലുതായിത്തീരുന്നത് അല്ലെങ്കിൽ തിന്നനിങ്, അതായത് വളരെ ചെറുതായി തീരുന്നതിനെയാണ് എന്ത് പറയുന്നത്? മസിൽ അട്രോഫി എന്ന് പറയുന്നത്. ഇനി 47ാമത്തെ ചോദ്യം.
ഹൈപ്പർട്രോഫി എന്താണ്? ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ സെൽ ടിഷ്യൂസ് ഇൻ റെസ്പോൺസ് ടു വേരിയസ് സ്റ്റിമുലി. അതായത് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂസ് വളരെ വലുതായിട്ട് വരുന്നതാണ്. ഏതിന്? ചില സ്റ്റിമുലികൾ, ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായിട്ട് മസിൽ സെല്ലുകൾ വളരെ വലുതായി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഇനി 48ാമത്തെ ചോദ്യം. മെയിൻ പ്രോട്ടീൻസ് ഇൻ മസിൽ സെൽസ് ആർ ആക്റ്റിൻ ആൻഡ് മയോസിൻ. അതായത് മസിൽ സെല്ലിലുള്ള മെയിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആക്റ്റിനും മയോസിനുമാണ്. ഇനി 49ാമത്തെ ചോദ്യം. ആക്റ്റിൻ പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട്, ഡിറ്റർമൈൻ സെൽ ഷേപ്പ് ആൻഡ് അലൗസ് എന്താണ് ചെയ്യുന്നത്? മൂവ്മെൻറ്റ്സ് ഓൺ ദ സെൽ സർഫൈസ്. അവ ആക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. 49ാമത്തെ ഭാഗം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പഠിക്കുന്നതായിരിക്കും. ഓക്കെ.